Hello everyone, welcome to the Acute Trader. Candlestick Charts for Beginners എന്ന സീരീസിന്റെ പാർട്ട് 8 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിന്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് പാർട്ട് 8 വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയതായിട്ടുള്ള രണ്ട് ക്യാൻഡിൽസിനെ കുറിച്ചാണ്. ഈ ക്യാൻഡിൽസും റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ക്യാൻഡിൽസ് ആണ് ദ ഹറാമി ആൻഡ് ഫുൾ മറുബോസു. ഈ ക്യാൻഡിൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഹറാമി എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഈ രണ്ട് ക്യാൻഡിൽസും ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാൻഡിൽസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു അപ് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ ഒരു ക്യാൻഡിലും അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലെ റിവേഴ്സൽ മനസ്സിലാക്കാൻ മറ്റൊരു ക്യാൻഡിലുമാണ് നമ്മൾ രണ്ട് ക്യാൻഡിൽസ് പഠിക്കുന്ന ഒരു വീഡിയോയിൽ സാധാരണ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ ഹറാമി എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ അപ് ട്രെൻഡിന്റെ റിവേഴ്സലിലും അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിന്റെ റിവേഴ്സലും രണ്ട് സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. അപ്പൊ അതിന്റെ ഒരു ഫോർമേഷന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത്. അപ്പൊ ഇത് ഒരു ബിയറിഷ് ഹറാമിയാണ്. അതായത് നമ്മളൊരു ബുള്ളിഷ് മൊമെന്റം അല്ലെങ്കിൽ ബുള്ളിഷ് മൂവ്മെന്റിന്റെ അപ് ട്രെൻഡിന്റെ റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് ബിയറിഷ് ഹറാമി. അപ്പൊ നമ്മൾ ഹറാമി എന്ന് അതിന് പറയും. അത് എവിടെയാണ് വരുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബുള്ളിഷ് ഹറാമി അല്ലെങ്കിൽ ബിയറിഷ് ഹറാമി എന്ന് പറയുന്നത്. അപ് ട്രെൻഡിൽ വരുന്നത് അപ്പൊ ഈ ഒരു അകത്ത് ഉള്ളൊരു ക്യാൻഡിലാണ്, ഈ ഒരു ചെറിയൊരു ക്യാൻഡിലാണ് നമുക്ക് ഹറാമി എന്ന് പറയുന്നത്. ഇതൊരു പ്രഗ്നന്റ് ലേഡി ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ. അപ്പൊ ഈ ഒരു ക്യാൻഡിലിന്റെ ബോഡിക്ക് അകത്തായിട്ട് മറ്റൊരു ക്യാൻഡിൽ, ചെറിയൊരു ക്യാൻഡിലാണ്, അതൊരു ബിയറിഷ് ക്യാൻഡിൽ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിന്റെ അപ്പർ ആൻഡ് ലോവർ ഷാഡോ ചെറുതായിരിക്കും, അല്ലെങ്കിൽ അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഉണ്ടാവുകയില്ല. അപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു വലിയൊരു ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിലിന്റെ, ഇതിനെ നമ്മൾ മദർ ക്യാൻഡിൽ എന്നും ഇതിനെ ഒരു ചൈൽഡ് ക്യാൻഡിൽ എന്നുമാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു മദർ ക്യാൻഡിലിന്റെ ബോഡിയുടെ അകത്തായിരിക്കും ഈ ഒരു ചൈൽഡ് ക്യാൻഡിലിന്റെ വിക്കും അതുപോലെ തന്നെ ബോഡിയും. ഈ ഒരു വിക്ക് ഇതിന്റെ അകത്ത് വരികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹറാമിയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ വിക്ക് കുറച്ച് പുറത്തേക്ക് വരികയാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഈ ഒരു ബോഡി മാത്രം ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ അല്ലെങ്കിൽ മദർ ക്യാൻഡിലിന്റെ ബോഡിയുടെ അകത്ത് വരണം എന്ന് മാത്രമാണ് ഉള്ളത്. ഈ ഒരു അപ്പർ ഷാഡോ ഉണ്ടെങ്കിലും അത് ചെറുതാണെങ്കിലും കുറച്ച് വലുതാണെങ്കിലും അത് കുഴപ്പമില്ല. ഈ ഒരു ബോഡി, റിയൽ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു മദർ ക്യാൻഡിലിന്റെ അകത്തായിരിക്കണം എന്ന് മാത്രമാണ് നമുക്ക് ഈ ഹറാമി ക്യാൻഡിലിൽ ഉള്ളത്. ഈ ഒരു ഹറാമി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ചൈൽഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ചൈൽഡ് ക്യാൻഡിൽ ഈ മദർ ക്യാൻഡിലിന്റെ അകത്ത് വരണം. ഈ ഒരു ഹൈ ലോവിന്റെ അകത്തായിട്ട്, ഈ ഒരു റിയൽ ബോഡിയുടെ ഹൈയുടെയും ലോവിന്റെയും അകത്തായിട്ടാണ് ഈ ഒരു ചൈൽഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഹറാമി ക്യാൻഡിൽ വരുന്നതെങ്കിൽ ഇത് ബിയറിഷ് ആണെങ്കിൽ നമുക്കതിന് ബിയറിഷ് ഹറാമി എന്ന് പറയാം. ഇതൊരു അപ് ട്രെൻഡിന്റെ അവസാനം വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ അകത്ത് വരുന്ന ചെറിയ ക്യാൻഡിലിനെയാണ് നമ്മൾ ഹറാമി ക്യാൻഡിൽ, ബിയറിഷ് ഹറാമി ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഡൗൺ ട്രെൻഡിൽ വന്നതിന് ശേഷം ഇതൊരു ബിയറിഷ് ക്യാൻഡിൽ ആയിരിക്കും. ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷം അതിന്റെ റിയൽ ബോഡിയുടെ അകത്ത് വരുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ചൈൽഡ് ക്യാൻഡിൽ ആയിട്ട് വരുന്നതിനെ നമുക്ക് ബുള്ളിഷ് ഹറാമി എന്ന് പറയാം. അതിനുശേഷം ഒരു ട്രെൻഡ് റിവേഴ്സ് ആവുന്നതായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഹറാമി ക്യാൻഡിൽ വന്നതിന് ശേഷം, ബുള്ളിഷ് ഹറാമിയോ ബിയറിഷ് ഹറാമിയോ ആയിട്ടുള്ള ക്യാൻഡിൽ വന്നതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ഹറാമി ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും, ബിയറിഷ് ഹറാമി ആണെങ്കിൽ ഇവിടുത്തെ കേസിൽ ബിയറിഷ് ഹറാമിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു ബിയറിഷ് ഡേയോ ആണെങ്കിൽ നമുക്കത് ഒരു കൺഫർമേഷൻ ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും, ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഹറാമി ക്യാൻഡിലിന്റെ
കാൻഡിൽ സ്റ്റിക്കിൽ നമുക്ക് പറയാനുള്ളൂ. അടുത്തതായി നമുക്ക് ഫുൾ മറുബോസു. ഫുൾ മറുബോസു എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിൽ, അത് ബിയറിഷ് ആവാം അല്ലെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ ആവാം. ഈ ഒരു ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ഫുൾ മറുബോസു, ഒരു ബുള്ളിഷ് മറുബോസു ആണ്. അതായത് നമ്മളൊരു ഡൗൺ ട്രെൻഡിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഡേ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ അപ്പർ ഷാഡോവും ലോവർ ഷാഡോവും ഉണ്ടാവുകയില്ല. അപ്പർ ഷാഡോ ഇല്ലാതെ ഓപ്പൺ ലോയിൽ തന്നെ വന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റമാണ് നമുക്ക് ഈ ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ഡേ ക്യാൻഡിൽ ആണെങ്കിൽ ഈ ഒരു ഡേ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഹൈയിൽ തന്നെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വരുന്നത് ഒരു ഐഡിയൽ കേസിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ലോ ക്ലോസ് ഹൈ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ സാധാരണഗതിയിൽ ചെറിയൊരു അപ്പർ ഷാഡോ അല്ലെങ്കിൽ ലോവർ ഷാഡോ നമുക്ക് വരുന്നത് കാണാൻ കഴിയും. ഈ ഒരു ബുള്ളിഷ് ഡേ ആണെങ്കിൽ, നമുക്ക് ബുള്ളിഷ് മർബോസോ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ലോ കാണാനായിട്ട് കഴിയും. അതിനുശേഷം ക്ലോസ് ഹൈ എന്ന് പറയുന്നതിന് പകരം ചെറിയൊരു റിജക്ഷൻ നമുക്ക് ഹൈയിൽ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡേ ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഡേ ട്രേഡേഴ്സ് ആ ഒരു ദിവസത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പിന്മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ രീതിയിൽ നമുക്ക് കാണാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു അപ്പർ ഷാഡോ നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡേ ട്രേഡേഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഡേ ട്രേഡേഴ്സ് ഉള്ളവർ ആ ഒരു ദിവസത്തിന്റെ അവസാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നത് കൊണ്ട് നമുക്ക് ചെറിയൊരു അപ്പർ വിക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അപ്പർ വിക്ക് വരാത്ത കേസുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ, ക്ലോസിംഗിലും നമുക്ക് നല്ലൊരു ബൈയിങ് കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതിനെ തുടർന്ന് നെക്സ്റ്റ് ഡേ നമ്മളൊന്ന് ഓപ്പണിംഗിൽ തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഡേയോ കാണാനായിട്ട് തുടർന്നുള്ള ദിവസത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കൺഫർമേഷൻ ആയിട്ട് എടുത്തതിന് ശേഷം ഫർദർ അപ്സൈഡ് പോകാനുള്ള സാധ്യതകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ബുള്ളിഷ് മറുബോസു ആണ്. ഇത് ഫുൾ മറുബോസു എന്ന് പറയുന്നത് അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഇല്ലാതെ ഓപ്പൺ ലോവും ക്ലോസ് ഹൈയും വരുന്ന ഒരു ബോക്സ് പോലെയുള്ള ഒരു ക്യാൻഡിലാണ്. അതൊരു ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ബിയറിഷ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു അപ് ട്രെൻഡ് വന്നതിന് ശേഷം ഇതേപോലെ ഇതിനു പകരം നമുക്കൊരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന് പകരം ഒരു റെഡ് ക്യാൻഡിൽ ആയിരിക്കും കാണുക. അതിലും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഉണ്ടാവുകയില്ല. അപ്പോൾ അപ്പർ ഓപ്പൺ ഹൈയിൽ തുടങ്ങിയതിന് ശേഷം അത് താഴോട്ട് വന്ന് ഒരു ഡേ ട്രേഡേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു റിജക്ഷൻ താഴെ വരികയാണെങ്കിൽ ലോവർ ഷാഡോ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ബുള്ളിഷ് ആൻഡ് ബിയറിഷ് മറുബോസിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഫുൾ മറുബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ആൻഡ് ലോവർ ഷാഡോ തീർത്തും കാണാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഓപ്പൺ ഹൈ ക്ലോസ് ഹൈയിലും ഓപ്പൺ ലോയിലുമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഞാനിവിടെ മറുബോസു ക്യാൻഡിലിന്റെ എക്സാമ്പിൾ ആണ് ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു അപ്പ് മൂവ്, ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു അപ്പ് മൂവ് വന്നതിന് ശേഷം, ഒരു ഡൗൺ ട്രെൻഡ് ആണ് എന്തായാലും, ഒരു അപ്പ് മൂവ് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. നമുക്ക് ഇതിനെ എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുള്ളിഷ് എൻഗൾഫിംഗ്, ബിയറിഷ് എൻഗൾഫിംഗ്. ഇതൊരു ബിയറിഷ് എൻഗൾഫിംഗ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു മറുബോസു ക്യാൻഡിലാണ്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. അതിനുശേഷം താഴെ നമുക്ക് ചെറിയൊരു ലോവർ ഷാഡോ, മുകളിൽ വളരെ ചെറിയൊരു അപ്പർ ഷാഡോ ഉണ്ടെങ്കിലും അത് ഏതാണ്ട് ഒരു ഓപ്പൺ ഹൈന്റെ ഒരു രീതിയിലാണ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം താഴെ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേ ട്രേഡേഴ്സ് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു റിജക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനെ തുടർന്നുള്ള നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു ബിയറിഷ് ഡേ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരു ഷോർട്ട് ടേം ഒരു ഡൗൺഫോൾ നമുക്ക് ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമുക്കൊരു ബിയറിഷ് ആയിട്ടുള്ള ബിയറിഷ് മറുബോസു നമുക്ക് പറയാം. ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഒരു ബുള്ളിഷ് മറുബോസു നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന് ശേഷം ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാം. അത് കഴിഞ്ഞതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമുക്ക് ഓപ്പൺ ലോയിൽ വന്നതിന് ശേഷം ഹൈയിൽ ചെറിയൊരു അപ്പർ ഷാഡോ മാത്രമാണ് ഈ ഒരു ക്യാൻഡിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇതൊരു
ബുള്ളിഷ് മർബോസു ആണ്. ഈ ഒരു ബുള്ളിഷ് മർബോസു വന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്കൊരു ബുള്ളിഷ് ഡേ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തുടർച്ചയായിട്ട് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് മൂവ് നമുക്ക് ഈ ഒരു അണ്ടർലൈൻ സ്റ്റോക്കിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ബിയറിഷ് ആൻഡ് ബുള്ളിഷ് മർബോസുവിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഹറാമിയുടെ എക്സാമ്പിൾസ് ആണ്. ഹറാമിയുടെ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ എല്ലാ സീരീസും കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സീരീസിന്റെ എല്ലാ പാർട്ടും കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് എങ്ങനെയാണ് നമുക്ക് റിയൽ ചാർട്ടിൽ കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ റിയൽ ചാർട്ടിൽ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് കണ്ടെത്തിയതിനു ശേഷം ഇതൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരികയാണ്. ഇത് കാണുന്നവരെല്ലാവരും പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവരും തന്നെ റിയൽ ചാർട്ടിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നിങ്ങളത് ചാർട്ടിൽ പോയതിനു ശേഷം ബിയറിഷ് ഹറാമിയും ബുള്ളിഷ് ഹറാമിയും കണ്ടെത്തിയതിനു ശേഷം അതിന്റെ അണ്ടർലൈൻ സ്റ്റോക്കും അതുപോലെ തന്നെ അത് ഏത് ഡേറ്റിലാണ് കണ്ടെത്തിയെന്നുള്ളതും കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾ അതൊരു ഹോംവർക്കായി കണ്ടതിന് ശേഷം നിങ്ങൾ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം നിങ്ങൾക്കത് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ട്, സ്വന്തമായിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും അത് നമുക്ക് തന്നെ അത് കണ്ടെത്തുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഹോംവർക്ക് പോലെ അത് തരുന്നത്. നമ്മൾ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് റിയൽ ടൈം ആയിട്ട് നമ്മൾ റിയൽ എക്സാമ്പിൾസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ആ ഒരു പാർട്ട് വീഡിയോസ് പാർട്ട് 1 മുതൽ പാർട്ട് 8 വരെയുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ഹറാമി എന്ന് പറയുന്ന ഒരു ക്യാൻഡിലിന്റെ ബിയറിഷ് ഹറാമിയും ബുള്ളിഷ് ഹറാമിയും കണ്ടെത്താൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടെത്തിയതിനു ശേഷം ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും തന്നെ വന്ന് അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇതാണ് ഒരു ബിയറിഷ് ഹറാമിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബുള്ളിഷ് ഹറാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡിലിന് പകരം ഈ ഒരു ഹറാമി ക്യാൻഡിലിന് പകരം ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഹറാമി ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇതൊരു റെഡ് ക്യാൻഡിൽ ആയിരിക്കും. റെഡ് ക്യാൻഡിലിന്റെ അകത്ത് ഗ്രീൻ ക്യാൻഡിൽ വരുന്ന രീതിയിൽ നമുക്ക് ഒരു അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഈ ഒരു ചൈൽഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഹറാമി ക്യാൻഡിലിന് അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ മദർ ക്യാൻഡിലിന്റെ അകത്ത് വരുന്ന രീതിയിൽ അതിന്റെ റിയൽ ബോഡി ഉണ്ടായാൽ മാത്രം മതി. അപ്പർ ആൻഡ് ലോവർ ഷാഡോ ഇതിന്റെ അകത്ത് വരികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഓർ ബിയറിഷ് ഹറാമിയാണ് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിളിന്റെ കാര്യം ആരും മറക്കരുത്. ഇത് കമന്റ് ബോക്സിൽ വന്ന് എല്ലാവരും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.